പച്ചവിരിപ്പാർന്ന സഹ്യപർവ്വത നിരകൾ. ജൈവസമ്പത്തിനാൽ അനുഗ്രഹീതമായ ഈ ഗിരിനിരകൾ ലോകത്തിലെ 25 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ്. നിബിഡ വനങ്ങളാൽ പുതപ്പിക്കപ്പെട്ട സഹ്യപർവ്വതങ്ങളിൽ വ്യത്യസ്തമായ മറ്റൊരു ആവാസ വ്യവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. അവയാണ് ഉന്നതസ്ഥങ്ങളായ പുൽമേടുകൾ അഥവാ ഗ്രാസ് ലാൻഡ്സ്. സമുദ്രനിരപ്പിൽ നിന്നും 1400 മീറ്ററിനുമേൽ ഉയരമുള്ള മലമ്പ്രദേശങ്ങളിൽ ഇവ കാണപ്പെടുന്നു. പാരിസ്ഥിതികമായി സവിശേഷതയാർന്ന ഈ ഭൂപ്രദേശങ്ങൾ തെക്കേ സഹ്യപർവ്വത നിരകളിൽ പ്രധാനമായും 3 ഇടങ്ങളിൽ കാണപ്പെടുന്നു. പളനി ഹിൽസ് എന്നറിയപ്പെടുന്ന കൊടൈക്കനാൽ മേഖല, ആനമലയുടെ സാന്നിധ്യത്താൽ പ്രശസ്തമായ മൂന്നാർ മേഖല, കൂട്ടത്തിൽ ഏറ്റവും സുന്ദരമായ നീലഗിരി എന്നറിയപ്പെടുന്ന ഊട്ടി മേഖല. ഇവിടങ്ങളിൽ പുൽമേടുകൾ സമൃദ്ധമായി കാണപ്പെടുന്നു. ഉഷ്ണമേഖല വനവ്യവസ്ഥയിലെ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസഭൂമിയാണ് പുൽമേടുകൾ. ഈ ഹരിതഭൂവിൽ ലോകത്ത് മറ്റെങ്ങും വളരാത്ത അനേകം ജാതി സസ്യങ്ങൾ കാണപ്പെടുന്നു. ഇഫ്നിയ മലബാറിക്ക എന്ന സസ്യകുടുംബത്തിലെ ബന്ദിക്ക കുടപ്പന എന്ന ഇനം ഓർക്കിഡ് ഈ മേഖലയിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. വിവിധ ഇനം കാട്ടുകാശിത്തുമ്പകൾ, എപ്പിഫൈറ്റുകൾ, ഇരപിടിയൻ സസ്യങ്ങൾ, കാട്ടുചേന തുടങ്ങിയ അപൂർവ സസ്യങ്ങൾ ഈ മേഖലയുടെ പ്രത്യേകതയാണ്. തികച്ചും ദേശികങ്ങളായ 82 ഇനം സസ്യവിഭാഗങ്ങളുടെ ആവാസ മേഖലയാണിത്. ഇനിയും തിരിച്ചറിയപ്പെടാത്ത, നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാത്ത എത്രയോ സസ്യഗണങ്ങൾ ഇവിടെ അധിവസിക്കുന്നുണ്ടാവും. ഉന്നതസ്ഥ പുൽമേടുകളിൽ തികച്ചും ദേശികങ്ങളായ അനേകം ജാതി പുല്ലുവർഗ്ഗങ്ങളുണ്ട്. ഇവ യഥാർത്ഥത്തിൽ നമ്മുടെ ധാന്യവർഗ്ഗങ്ങളുടെ എല്ലാം ജീൻ കലവറയാണ്. കുറച്ചു വിത്തുകൾ മാത്രം കാണുന്ന ചിലതരം കാട്ടുപുല്ലുകളെ വിവേചനപൂർവ്വം നമ്മുടെ പൂർവികർ തെരഞ്ഞെടുത്ത് പ്രജനനം നടത്തിയതിന്റെ ഫലമാണ് ഇന്നത്തെ ഉൽപാദനശേഷിയേറിയ പല ധാന്യച്ചെടികളും. അപൂർവ ഇനം സസ്യങ്ങൾ നിരവധിയുണ്ടെങ്കിലും പുൽമേടുകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ ആദ്യമെത്തുക നീലക്കുറിഞ്ഞികളാണ്. സഹ്യശൈലങ്ങളെ അക്ഷരാർത്ഥത്തിൽ നീലഗിരികളാക്കുന്ന നീലക്കുറിഞ്ഞികൾ. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂവിടുന്ന കുറിഞ്ഞികൾ പശ്ചിമഘട്ടത്തിന് മാത്രം സ്വന്തം. ഇവ വലിയ കൂട്ടങ്ങളായി പച്ച പുൽമേടുകളിൽ വളരുന്നു. പുൽപ്പരപ്പുകളുടെ അടിത്തട്ടുകളിൽ മയങ്ങുന്ന നീലക്കുറിഞ്ഞി വിത്തുകൾ വ്യാഴവട്ടക്കാലത്തിൽ ഒരിക്കൽ ഒന്നോടെ പൊട്ടിമുളയ്ക്കും. പൂത്തു തളർത്ത ശേഷം ഇവ വേനൽക്കാലത്തിന്റെ വരവോടെ കൊഴിഞ്ഞു പോകുന്നു. ഇനി 12 വർഷത്തെ നീണ്ട കാത്തിരിപ്പ്. സസ്യസമ്പത്തിനോളം വൈവിധ്യമാർന്നതാണ് ഇവിടുത്തെ ജന്തുജാലവും. ലോകത്തിലെ അപൂർവ ഇനം ജന്തുജാതികളിൽ ചിലതിന്റെ അന്തിമ താവളമാണ് ഈ പ്രദേശം. നീലഗിരി താർ എന്നറിയപ്പെടുന്ന വരയാടുകളുടെ വിഹാര മേഖലയാണ് പുൽമേടുകൾ. ഹെമിട്രാഗസ് ഹൈലോക്രിയസ് എന്ന പേരിൽ ശാസ്ത്രലോകത്ത് അറിയപ്പെടുന്ന വരയാടുകളിൽ 2000-ഓളം എണ്ണം മാത്രമേ ഇന്ന് ഭൂമിയിൽ അവശേഷിക്കുന്നുള്ളൂ. വളരെ ചെറിയ കുളമ്പുകളുള്ള ഇവ എത്ര ചെങ്കുത്തായ കുന്നിൻ ചെരുവിന് മുകളിലും കടന്നു ചെല്ലുവാൻ കഴിയുന്നവയാണ്. തങ്ങളുടേതായ സാമൂഹ്യ ജീവിത ശൈലി വെച്ചു പുലർത്തുന്നവയാണ് വരയാടുകൾ. തങ്ങൾ പരമ്പരയെ അധിവസിച്ചു പോരുന്ന പുൽമേടുകൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള മറ്റൊരു ജീവിതക്രമം ഇവയ്ക്ക് അസാധ്യമാണ്. ചെറുതോ വലുതോ ആയ കൂട്ടങ്ങളായി അധിവസിക്കുന്ന വരയാടുകൾ ഇന്ന് ഇരവികുളം പീഠപ്രദേശങ്ങളിലും സമീപ സാനുക്കളിലുമാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പുൽമേടുകളുടെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം നാം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല.
മലഞ്ചെരുവുകളിൽ പെയ്യുന്ന മഴവെള്ളത്തെ ശേഖരിക്കുന്ന പുൽമേടുകൾ സമീപമുള്ള നീരുറവകളിലേക്ക് ജലം എത്തിച്ചു കൊടുക്കുന്നു. പെയ്തിറങ്ങുന്ന മഴവെള്ളത്തെ തടഞ്ഞു നിർത്തി വേനൽക്കാലത്തേക്ക് കൂടി ആവശ്യമായ ജലം ഇവ സംഭരിച്ചു വയ്ക്കുന്നു. ഇതുവഴി ആണ്ട് മുഴുവൻ വറ്റാത്ത നീർച്ചോലകൾക്ക് ജന്മം നൽകുന്നു. കണ്ണെത്താത്ത ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന പുൽമേടുകൾക്കിടയിൽ പൊട്ടുകൾ പോലെ കിടക്കുന്ന നിബിഡ വനങ്ങളുടെ ചെറുതുരുത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവയാണ് ചോലവനങ്ങൾ. ഒരു സ്വയം പൂർണ്ണമായ ആവാസ വ്യവസ്ഥയാണ് ഇവയ്ക്കുള്ളത്. രണ്ട് മലമടക്കുകൾക്കിടയിലായി രൂപം കൊണ്ടിരിക്കുന്ന ചോലവനങ്ങൾ ജൈവ സമ്പുഷ്ടതയിൽ മറ്റേതൊരു ആവാസ വ്യവസ്ഥയെയും കവച്ചുവെക്കുന്നവയാണ്. ചോലവനങ്ങളുടെയും പുൽമേടുകളുടെയും ഉത്ഭവം ഇന്നും പ്രകൃതി ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ വിവാദമുയർത്തുന്ന ചർച്ചാ വിഷയമാണ്. ഒരു കാലത്ത് ചോലവനങ്ങൾ പർവ്വത പ്രദേശമാകെ വ്യാപിച്ചിരുന്നുവെന്നും ചില പ്രത്യേക പാരിസ്ഥിതിക കാരണങ്ങളാൽ അവ നശിച്ച് പുൽമേടുകൾ വളർന്നതാണെന്നും ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. എന്നാൽ ഇവ രണ്ടും ഒരേ കാലത്ത് രൂപം പ്രാപിച്ചവയാണെന്ന് കരുതുന്നവരുമുണ്ട്.